പഠിത്തം കഴിഞ്ഞ് ലോട്ടറി കച്ചവടം നടത്തി കുടുംബം നോക്കുന്ന 7ാം ക്ലാസ്സുകാരനായ ഗോഡ്വിൻ എന്ന കുട്ടിയെക്കുറിച്ച് ഞങ്ങൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസിന്റെ ആ വാർത്തയിൽ വലിയൊരു ഇടപെടൽ വന്നിരിക്കുകയാണ്. ഗോഡ്വിന് കരുതലായത് സർക്കാർ എത്തുന്നുണ്ട്. ഗോഡ്വിനും കുടുംബത്തിനും സർക്കാർ പുതിയ വീടൊരുക്കും. ഒപ്പം തുടർ വിദ്യാഭ്യാസത്തിനുള്ള മുഴുവൻ ചെലവും സർക്കാർ വഹിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസിൽ സംരക്ഷണം ചെയ്ത വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രി GR അനിലിന്റെയും ഇടപെടൽ വന്നത്. ഇക്കഴിഞ്ഞൊരു ദിവസം വൈകുന്നേരം റോഡിലെ ട്രാഫിക്കിനിടയിലൂടെ കയ്യിലൊരു കെട്ട് ലോട്ടറിയുമായി തിരക്കിട്ടു പോകുന്ന കണ്ട ഒരു കുഞ്ഞുമുഖം അന്വേഷിച്ചാണ് ഈ യാത്ര. പോത്തൻകോട് റോഡിൽ നിന്നുള്ളിലേക്ക് കയറി ഒരു കുഞ്ഞു വാടക വീട്. നമ്മൾ തിരഞ്ഞെത്തിയ ആ മുഖം ഇവിടെയുണ്ട്. ഗോഡ്വിൻ 3 കൊല്ലം മുൻപ് പിതാവ് മരിച്ചപ്പോൾ മുതൽ വയ്യാത്ത അമ്മയ്ക്ക് സഹായമായി ലോട്ടറി കച്ചവടത്തിനിറങ്ങിയതാണ് ഗോഡ്വിനും. സ്കൂളിൽ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം 4:30 തൊട്ട് 6:45, 7 മണി വരെ ലോട്ടറി കച്ചവടം, പിന്നെ വന്നിരുന്ന് പഠിക്കും. പോത്തൻകോട് കാട്ടായിക്കോണം ജംഗ്ഷനിലെ തിരക്കിനിടയിലേക്ക് നടന്നു നീങ്ങുന്ന ഗോഡ്വിന്റെ മുഖത്ത് നിറയെ പ്രതീക്ഷകളാകും. ഇരുട്ട് വീണ് തുടങ്ങിയാലും കയ്യിലുള്ള ടിക്കറ്റുകൾ വിറ്റുതീർക്കാതെ മടങ്ങിപ്പോകാനാകില്ല. ഒരു ടിക്കറ്റിന് 7 രൂപ മാത്രമാണ് ലാഭം കിട്ടുക. വലിയ സന്തോഷമാണ്. എൻ്റെ അമ്മ സഹായിക്കാനാണ് ചെയ്യുന്നത്. അത് വേറെ ഒരു തെറ്റുമില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഗോഡ്വിന്റെ കൊച്ചു വീട്ടിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഇത്തവണ അവന്റെ സന്തോഷങ്ങളിലേക്കുള്ള താക്കോലുമായാണ് യാത്ര. മാതൃഭൂമി ന്യൂസ് വാർത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഗോഡ്വിനെയും കുടുംബത്തെയും നേരിട്ട് കാണാനെത്തിയതാണ് മന്ത്രി GR അനിൽ. വസ്തു വാങ്ങി വീട് വെച്ചു നൽകുമെന്നും 2 കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനുള്ള ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കുമെന്നും മന്ത്രി വാഗ്ദാനം നൽകി. ഒപ്പം അമ്മ ബിജിക്ക് കുടുംബശ്രീ വഴി ജോലി നൽകാനും തീരുമാനിച്ചു. മാതൃഭൂമി വാർത്തയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം ഭക്ഷണം, ചികിത്സ സൗജന്യം ഉറപ്പാണ്. രണ്ടാമത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഷെൽട്ടറാണ്. ഈ പുതിയ വസ്തു കണ്ടെത്തി വീടുണ്ടാകുന്നത് വരെ അവരെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ കടമ. റേഷൻ കാർഡ് പോലുമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഗോഡ്വിനും കുടുംബത്തിനും പുത്തൻ റേഷൻ കാർഡ് സമ്മാനിച്ച് ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയാണ് മന്ത്രി മടങ്ങിയത്. ഗോഡ്വിന്റെ കഥ പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ നമ്മളും ആഗ്രഹിച്ചത് ഇതാണ്. ഇന്നിതാ അവൻ്റെ സ്വപ്നങ്ങളൊക്കെ പൂവണിയാൻ പോവുകയാണ്. അവനും ആ കൊച്ചു കുടുംബത്തിനും ഒരു വീടൊരുങ്ങാൻ പോവുകയാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ താങ്ങായി സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി GR അനിൽ തന്നെ നേരിട്ടെത്തി വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ഇതുപോലെ മാതൃഭൂമി ന്യൂസ് ഉണ്ടാവും എല്ലായിടത്തും, എപ്പോഴും എല്ലാവരെയും ചേർത്ത് നിർത്തി. ഇന്ദുലേഖാരിയുണ്ട് തന്നെ നമ്മുടെ കൂടെയുണ്ട്. ഇന്ദു റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. അതിലാണൊരു ഇടപെടൽ വന്നിരിക്കുന്നത്. ഒരു കുടുംബത്തിനാകെ കൈത്താങ്ങാകുന്നു എന്ന് പറയുന്നതിലും വലിയ സന്തോഷം വേറെ ഇല്ല അല്ലേ? വലിയൊരു ആശ്വാസവും കൂടി തോന്നുകയാണ്. ഇന്ദു, ആദ്യം തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ കുഞ്ഞു പറഞ്ഞ വാക്കുകളായിരുന്നു മനസ്സിനെ ഒരുപാട് പിടിച്ചുലച്ചത്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. അതിൽ പല കൂട്ടുകാരൊക്കെ കളിയാക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ വിലക്കെടുക്കുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. പഠിച്ച് കളിച്ച് നടക്കേണ്ട ഒരു സമയത്താണ് സ്വന്തം കുടുംബത്തിന് കൈത്താങ്ങാകുന്നത് ആയി മാറുന്നത് ആ കുട്ടി ആ സമയത്ത്. പക്ഷേ വീടൊരുങ്ങുന്നുണ്ട്, മുന്നിലേക്കുള്ള പഠന ചെലവ്, അമ്മയുടെ ചികിത്സാ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ഇടപെടൽ വരുമ്പോൾ അതിന് പിന്നിൽ നമ്മൾ കൂടിയാണ് എന്നുള്ളതാണ് ഏറെ സന്തോഷം നൽകുന്നത്. ഒരുപാട് സന്തോഷത്തോടെ അല്ലെങ്കിൽ അഭിമാനത്തോടെയാണ് ഈ ലൈവ് തരുന്നതെന്ന് പറയാൻ സാധിക്കും. കാരണം ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ ഇത്രത്തോളം സംതൃപ്തി തോന്നിയ അല്ലെങ്കിൽ സ്വയം ഒരു വിശ്വാസം തോന്നിയ നിമിഷം ഇതിനു മുൻപ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഗോഡ്വിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്ന് അവനെ ആദ്യം കണ്ട നിമിഷം മുതൽ ഞാനടക്കം, അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറമാൻ മുരുകൻ ചേട്ടനായിരുന്നു, ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചതാണ്. കാരണം പെട്ടെന്നൊരു ദിവസമാണ് നമ്മളോട് പറയുന്നത് ഈ ജോലി ചെയ്ത് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്ത് പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യണമെന്ന് ഓഫീസിൽ നിന്ന് അറിയിച്ചത്. അപ്പം നമ്മുടെയൊക്കെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു +2 അല്ലെങ്കിൽ കോളേജിന് ഒക്കെ ശേഷം ഇതുപോലെ പാർട്ട് ടൈം ജോലി ചെയ്ത് എന്തെങ്കിലും പഠിക്കുന്ന കുട്ടികളിൽ ഒരാളെ കണ്ടെത്താമെന്നായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സ്ട്രിങ്ങറായിട്ടുള്ള സജാദേട്ടൻ പറയുന്നത്, ഞാൻ ഇതുപോലെ ഒരു കുട്ടിയെ കണ്ടു, എന്തുകൊണ്ടാണ് അവൻ ഈ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ ലോട്ടറി വിൽക്കാൻ ഇറങ്ങുന്നതെന്ന് അറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാമെന്ന്. അദ്ദേഹം വന്നാ പറഞ്ഞ വാക്കിൻ്റെ പുറത്ത് ഇവനെ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു ഞങ്ങൾ. ചെന്നു, കണ്ടു, അവൻ്റെ കഥ കേട്ടു. ഒരുപാട് സങ്കടത്തോടെയാണ് അന്ന് അവൻ്റെ ആ കഥ ഞങ്ങൾ ഷൂട്ട് ചെയ്തെടുത്ത് പിറ്റേ ദിവസം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നന്ന് ഇവനിങ്ങനെ റോഡിലൂടെ ലോട്ടറി വിറ്റ് നടക്കുകയായിരുന്നു. അന്ന് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നാളെ എൻ്റെ അമ്മയുടെ പിറന്നാളാണ്, ഇന്ന് ഈ ലോട്ടറി മുഴുവൻ വിറ്റ് തീർന്നിട്ട് വേണം എനിക്ക് നാളെ അമ്മയ്ക്കൊരു കേക്ക് വാങ്ങിക്കൊടുക്കാനെന്ന്. ആ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു അന്നത്തെ
രണ്ടാമത്തെ ദിവസത്തെ അത് നമ്മളും കൂടി നമ്മളും എന്നിട്ട് കുറേ ലോട്ടറിയൊക്കെ വാങ്ങി നമ്മളിങ്ങനെ തിരിച്ചു പോരുമായിരുന്നു. തിരിച്ചു പോരുന്ന വഴി ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലും ആ കുഞ്ഞ് തോറ്റുപോവില്ല എന്ന്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഒരു 15 വയസ്സ് പോലും അതിനില്ല, തികച്ചില്ല. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അതതിൻ്റെ അമ്മയുടെ സങ്കടം കണ്ടാണ് വളരുന്നത്. നമുക്ക് പെട്ടെന്ന് അവനെ കാണുമ്പോൾ തോന്നാം ഈ ബാലവേല ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാം. പെട്ടെന്ന് ഞങ്ങളും ഇങ്ങനെ ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചാൽ എന്ത് വിചാരിക്കുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ സാഹചര്യമാണ് അവനെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയെ സഹായിക്കണമെന്നുള്ള ഒരു ചിന്ത അത് ആ കുഞ്ഞിൻ്റെ ഏറ്റവും നല്ല മനസ്സിൽ നിന്ന് പുറത്തു വന്നാണ്. അവൻ്റെ സാഹചര്യമാണ് അവനെ കൊണ്ട് ആ ജോലി ചെയ്യിച്ചത്. എന്തായാലും അവൻ മിടുക്കനായിരിക്കുകയാണ്. അവന് ഒരുപാട് സന്തോഷിക്കാനുള്ള, അല്ലെങ്കിൽ ഇനി സമാധാനത്തോടെ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു കരുതലാണ് സർക്കാർ അവന് നൽകുന്നത്. അവന് പുതിയ വീടൊരുങ്ങും, അവൻ്റെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. മന്ത്രി GR അനിൽ നേരിട്ട് ചെന്നാണ് റേഷൻ കാർഡ് കൊടുത്തത്. CM ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ തന്നെ ബിജു ചേച്ചിയെ വിളിച്ചപ്പോൾ പൊട്ടിക്കരയായിരുന്നു അമ്മ. കാരണം അവർ അത്രത്തോളം ഒരു താങ് അല്ലെങ്കിൽ ഒരു കരുതൽ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയാം. അപ്പോൾ അതിന് നമുക്കും ഒരു നിമിത്തമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത്രയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആ കുടുംബത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ശരിയാണ് ഇന്ദു. ആ ഒരു അനുഭവമൊക്കെ പറയാൻ ശരിക്കും ഇന്ദുവിനോളം മറ്റൊരാളില്ല എന്നുള്ളതാണ്. ഇന്ദുവിന്റെ സ്റ്റോറിയാണ് ആ കുടുംബത്തിന്റെ ദുഃഖം, അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് പുറം ലോകത്തിലേക്ക് എത്തിച്ചത് ഇന്ദുലേഖ രേണുവാണ്. അതുകൊണ്ടാണ് ഇന്ദു അത്രത്തോളം സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു കാര്യം പറയുന്നത്. സന്തോഷവും ആശ്വാസവും എല്ലാം നിറഞ്ഞതാണ്. അങ്ങനെ ആ വാർത്തയിൽ വലിയൊരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഞങ്ങളെ ഓരോരുത്തരെ സംബന്ധിച്ചും ആശ്വാസം നൽകുന്നതും.